PT7 കാഴ്ച വീണ്ടെടുക്കാനായില്ലെന്ന് വനംവകുപ്പ്. ആനയെ പിടിക്കുന്നതിന് മുൻപ് തന്നെ കാഴ്ചക്കുറവുണ്ടായിരുന്നു. കണ്ണിനുള്ള ചികിത്സ തുടരുന്നുണ്ടെങ്കിലും കാഴ്ചശക്തി വീണ്ടെടുക്കുന്നതിൽ പുരോഗതിയില്ല എന്നാണ് നിഗമനം. വിവരങ്ങളുമായി ഇർഫാൻ ഇബ്രാഹിം സേട്ട് ചേരുകയാണ്. ഇർഫാൻ, അത്ര ശുഭകരമായ വാർത്തയല്ല. ഇത്തരത്തിൽ PT7 ഇനിയിപ്പോൾ കാഴ്ച ലഭിക്കില്ല എന്നൊരു സ്ഥിരീകരണമാണോ പറയുന്നത്? മറ്റ് ശാരീരിക പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളത് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം തന്നെയല്ലേ? തീർച്ചയായിട്ടും മറ്റാരോഗ്യ പ്രശ്നങ്ങളൊന്നും PT7 ഇല്ല എന്നുള്ളത് വളരെ ആശ്വാസകരം തന്നെയാണ്. എന്നാൽ കാഴ്ച ലഭിക്കാൻ ഇടയില്ല എന്ന ഒരു നിലയാണ് PT7 കാര്യത്തിൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വിഷയ DFO പറയുന്നത്. കാരണം PT7 ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അവന് വന്യമായ സ്വഭാവം കൂടുതലുള്ള ഒരു കൊലകൊല്ലി തന്നെയായിരുന്നു. എന്നാൽ ഇപ്പോൾ അവനെ ചട്ടം പഠിപ്പിച്ച് കൂട്ടിലാക്കി ശാന്തനാക്കിയാണ് വനം വകുപ്പ് വളർത്തുന്നത്. അവൻ്റെ ചികിത്സ കണ്ണിന് മരുന്നൊടിക്കുന്നതുൾപ്പെടെയുള്ള ചികിത്സ പുരോഗമിച്ച് വരുന്നതിനിടെയാണ് ഇപ്പോൾ അതിൽ പുരോഗതിയില്ല എന്നൊരു നിലയിലുള്ള സ്ഥിരീകരണം PT7 കാര്യത്തിൽ വനം വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ധോണിയിലെ ക്യാമ്പിലാണ് ഇപ്പോൾ PT7 കഴിയുന്നത്. കൃത്യമായ പരിചരണവും അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയും PT7 നൽകുന്നുണ്ട്. കൂട്ടിൽ അടച്ച ഒരു സമയം മുതൽ തന്നെ ചട്ടം പഠിപ്പിച്ചവനെ മര്യാദരാമനായി കുങ്കിയാനയാക്കി പുറത്തിറക്കാമെന്നായിരുന്നു വനം വകുപ്പിൻ്റെ ഒരു തീരുമാനം. എന്നാൽ അതിന് കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. തുള്ളിമരുന്നും ചിട്ടയായ ആഹാരക്രമവും നൽകി തന്നെയാണ് അവനെ ഇതുവരെ പരിപാലിച്ചു വന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു വിവരമെന്ന് പറയുന്നത് PT7 വിഷയത്തിൽ അവൻ്റെ ആരോഗ്യനില സംബന്ധിച്ചൊരു അപ്ഡേഷൻ തന്നെയാണ്. PT7 കൃത്യമായൊരു മരുന്നും മറ്റ് സാധനങ്ങളും പ്രതികരിച്ചിരുന്നു. എന്നാൽ പോലും അവൻ്റെ ആരോഗ്യനിലയിൽ കാഴ്ചശക്തി വീണ്ടെടുക്കാനുള്ള പരിശ്രമങ്ങൾ വനം വകുപ്പ് പരമാവധി നടത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വനം വകുപ്പിൻ്റെ സ്ഥിരീകരണമായിട്ടുള്ള അവന് കാഴ്ചശക്തി തിരിച്ചു കിട്ടാൻ ഇടയില്ല എന്നുള്ള നിലയിൽ തന്നെ ഒരു അറിയിപ്പാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ DFO ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത്. 7.5 മാസത്തോളം അല്ലെങ്കിൽ 8 മാസത്തോളമായി അവന് കാര്യമായ ഒരു പുരോഗതി കണ്ടുവന്നിരുന്നു. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വീണ്ടും അവനെ തിരിച്ച് വനത്തിലേക്ക് ഇറക്കി വിടേണ്ട ഒരു സാഹചര്യമാണ്. കുങ്കിയാനയാക്കാൻ പോലും കഴിയില്ല എന്ന നിലയിലാണ് ഈ ഒരു അപ്ഡേഷൻ പറയുന്നത്. കഴിഞ്ഞ വർഷം 2023 ജനുവരി 22-നാണ് PT7 ധോണിയിലെ ക്യാമ്പിലേക്ക് എത്തിക്കുന്നത്. ആളുകളെ ചവിട്ടിക്കൊല്ലുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതോടൊപ്പം തന്നെ നിരന്തരമായി ജനവാസ മേഖലയിൽ ഇറങ്ങി അക്രമം നടത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് കൊലകൊല്ലിയായ PT7 വനം വകുപ്പ് കൂട്ടിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ തിരിച്ച് വനം വകുപ്പ് ആനയെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ ഇറക്കി വിടുവാനാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ മറ്റൊരു ആശങ്കപ്പെടുന്ന കാര്യം, ആന വീണ്ടും കാടിറങ്ങിയാൽ, വന്യമായ സ്വഭാവം കാണിക്കുന്ന ആന വീണ്ടും കാടിറങ്ങിയാൽ PT7 കാടിറങ്ങിയാൽ PT7 കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണം എന്നൊരു ആശങ്ക വനം വകുപ്പിനുണ്ട്. കാരണം നമുക്കറിയാം, ബേലൂർ മക്രിയെ പോലുള്ള നിരവധി ആനകൾ നാടിറങ്ങിയ ആളുകളെ കൊല്ലുന്നൊരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ മുമ്പ് ആളുകളെ കൊന്നിരുന്ന PT7 വീണ്ടും നാടിറങ്ങിയാൽ അവൻ്റെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്നുള്ള ഒരു ആശങ്കയിൽ തന്നെയാണ് വനം വകുപ്പ് ഉള്ളത്. ഏതായാലും വനം വകുപ്പിൻ്റെ ഒരു സ്ഥിരീകരണമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ആര്യ. ശരി, ഇർഫാൻ ഇബ്രാഹിം സേട്ടാണ് വിശദാംശങ്ങൾ നൽകിയത്.